ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പുണ്യപാദപീഠത്തിൽ ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ നിന്ന് ചെറിയൊരു ചിന്തയുമായി എൻ്റെ വാത്സല്യ ശ്രോതാക്കളുടെ മുമ്പിലേക്ക് തിരുവചനവുമായി അല്പസമയം കടന്നു വരികയാണ്. പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഈ ദൈവവചന ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ദൈവികമായിരിക്കുന്ന വിടുതൽ ഇന്ന് പ്രാപിക്കുന്ന ഒരു ദിവസമായി മാറാൻ പോവുകയാണ്. ആ ചെറിയൊരു ചിന്തയ്ക്കായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നൊരു വേദവചനം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 57-ാം അധ്യായം, അതിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നിയതുമില്ല. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായ സ്തോത്രം. പശ്ചാത്തലങ്ങളൊന്നും പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. യെശയ്യാ പ്രവാചകൻ 57-ാം അധ്യായം 10-11 പദങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞൊരു പദം ഇതാണ്: വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. കാരണം എന്താ? നിന്റെ കൈവശം ജീവന്റെ ശക്തി കണ്ടതുകൊണ്ട്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലം കൂടി നാം യാത്ര ചെയ്തപ്പോൾ ഓടിയ വഴികൾ പുറകിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഓടിക്കയറാൻ കഴിയാത്ത അത്രമാത്രം ഭാരവും പ്രയാസവും സങ്കടവും വേദനയും നമ്മെ ഒരു നിഴലുപോലെ പിൻപറ്റിയപ്പോൾ ഈ പ്രവചന പുസ്തകം യെശയ്യാവ് ആത്മദൃഷ്ടിയിൽ പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള പ്രയാണം ചെറിയൊരു പ്രയാണമല്ല. ഈ പ്രവചന ശുദ്ധങ്ങൾ ആത്മനിയോഗത്തിൽ താൻ സ്തോത്രം തന്റെ തൂലികയിൽ കൂടി ചലിപ്പിക്കുമ്പോൾ അന്നത്തെ സാഹചര്യത്തിന് നടുവിൽ ഓടി തളർന്നവൻ, മടുത്തവൻ, അവന്റെ ജീവിതം അവിടെ പര്യവസാനിപ്പിച്ചു എന്ന് തോന്നത്തക്കവണ്ണ പ്രതിസന്ധികൾ കാർമേഘം പോലെ നീ ജീവിതത്തിൽ ഒന്ന് മൂടി നിൽക്കവേ സ്തോത്രം പ്രതിസന്ധികൾ വരുമ്പോഴും അവൻ ഓടി തളർന്നപ്പോഴും അവരത് നിഷ്ഫലമെന്ന് പറഞ്ഞില്ല. കാരണം എന്താ? അവന്റെ മേലൊരു ജീവന്റെ ശക്തി, ഉടയവന്റെ ശക്തി, പരിശുദ്ധ ദൈവത്തിന്റെ ശക്തി, തിരുവചനത്തിന്റെ ശക്തി അവന്റെ മേൽ വെളിപ്പെട്ടതുപോലെ ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അല്ലെങ്കിൽ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, ദൈവദാസന്മാരെ, നിങ്ങൾ ആരുമാകട്ടെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട ചില ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ജീവിതത്തിൽ ഓടി തളർന്ന് ഇനി എനിക്ക് മുൻപോട്ട് പ്രയാണമില്ല, മുൻപോട്ട് യാത്രയില്ല, എൻ്റെ യാത്രയെല്ലാം ഇവിടെ കൊണ്ട് തീരുകയാണ്, എൻ്റെ വിദ്യാഭ്യാസം ഇവിടെ കൊണ്ട് പര്യവസാനിക്കുകയാണ്, എൻ്റെ കുടുംബജീവിതത്തിന്റെ സന്തോഷം ഇവിടെ കൊണ്ട് തീർന്നുപോയി, എൻ്റെ കുഞ്ഞുങ്ങളുമായുള്ള എൻ്റെ സ്തോത്രം ബന്ധങ്ങൾ ഇവിടെ അറ്റുപോകുകയാണ്, അല്ലെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഇവിടെ തീർന്നു പോവുകയാണ്, മാതൃപിതൃ ബന്ധങ്ങൾ ഇവിടെ അറ്റുപോകുകയാണ്, കൂടപ്പുറപ്പ് രക്തബന്ധങ്ങൾ ഇവിടെ തീർന്നുപോയി, സ്നേഹിതരുടെ ബന്ധങ്ങൾ തീർന്നുപോയി, സഹായിക്കുന്ന സകലകരങ്ങള് സ്തോത്രം ഇവിടെ എന്നെ ഉപേക്ഷിച്ചു, എനിക്കിനി മുൻപോട്ട് പ്രയാണമില്ലല്ലോ എന്ന് പൈശാചികൻ നിന്നിട്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ ജീവിതയാത്ര മുഴുവനും ഭാരമായി, സങ്കടമായി നമ്മളെ തളർത്തിക്കളയാൻ നോക്കുമ്പോൾ ഒരു ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ തണലിൽ കീഴിൽ കിടന്നുകൊണ്ട് മതി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ നിയോഗമുള്ളവൻ ഏത് ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മതിയെന്ന് പറഞ്ഞാലും ദൈവം ദൂതനോട് പറയും, ഹല്ലേലൂയ, അവനെ കൊണ്ട് എനിക്കിനി ആവശ്യമുണ്ട്, അവൻ ഇവിടെ കിടന്ന് തീരാനുള്ളവനല്ല, അവൻ ഇവിടെ കിടന്ന് ഒടുങ്ങി തീരുവാനുള്ളവനല്ലോ, അവനിനി ഒരു യാത്രയുണ്ട്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ജീവിതം മടുത്തു എന്ന്, ഇനി എന്തൊരു കുടുംബജീവിതം, ഇനി എന്തൊരു ജീവിതം എന്ന്. ജോലിയിൽ നിനക്ക് മടുപ്പ് തോന്നി, പഠിത്തത്തിൽ മടുപ്പ് തോന്നി, ബിസിനസ്സിൽ മടുപ്പ് തോന്നി, കുടുംബജീവിതത്തിൽ മടുപ്പ് തോന്നി, ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും ശാരീരികമായി മാനസികമായി നീ വല്ലാതെ വ്യത അനുഭവിക്കുമ്പോൾ, ശരീര രോഗങ്ങൾ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മാനസിക രോഗങ്ങൾ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ സാമ്പത്തിക മേഖലകളിൽ നിനക്ക് തകർച്ച വരുമ്പോൾ, സ്നേഹബന്ധങ്ങൾ നിന്റെ ജീവിതത്തിൽ അന്യാധീനപ്പെട്ടു പോകുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയം ആത്മനിയോഗത്തിൽ വിളിച്ചു പറയുകയാണ്, ഒരു വഴിയുടെ ദൂരം നിന്റെ മുമ്പിലുണ്ട്, നീ അത് തളർന്നു പോകാത്തതിന്റെ കാരണം എന്താ? ഒരു ജീവന്റെ ശക്തി. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തില്
നീ തളരാനുള്ളവനല്ല. യാക്കോബിനെ പോലെ വഴിയിൽ സ്തോത്രം കണ്ട കല്ലെടുത്ത് തലയിണയായി വെച്ച് ആ രാത്രിയിൽ അവൻ അവിടെ തീർന്നു എന്ന് വിധിയേറി പറയുമ്പോൾ തലയ്ക്കുമുള്ള സൂര്യൻ അവിടെ അസ്തമിച്ച് ഇനി എന്ത് ചെയ്യും? ചുറ്റും കൂരിരുൾ. എന്നാൽ കൂരിരുളിന്റെ നടുവിൽ തലയിണയായി വെച്ചിരിക്കുന്ന കല്ല് സ്തോത്രം ജീവിതത്തിന്റെ വഴിത്തിരിവിനായി മാറുകയാണ്. ആ രാത്രിയിൽ ഓടി തീർന്നു എന്ന് ജീവിതം വിധി എഴുതുമ്പോൾ ദൈവം പറഞ്ഞില്ല, ഇനി നീ തളരാനുള്ളവനല്ലോ, നിന്റെ പക്കൽ ജീവശക്തി ഉണ്ട്. അന്ന് രാത്രി സ്വർഗം അവന് വേണ്ടി തുറക്കപ്പെടുന്നു. ഒരു ദർശനത്തിന് ഗോവണി ഇറങ്ങി വരുന്നു. അതിലൂടെ ദൈവത്തിന്റെ ദൂതന്മാർ കയറുന്നു, ഇറങ്ങും. ഇന്ന് രാത്രിയിൽ ഈ സമയത്ത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ പൈതല്, നിന്റെ വീടിന്റെ അകത്തേക്ക് ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങുകയാണ്. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത്, നിന്റെ ബെഡ്റൂമിന്റെ അകത്ത്, നീ കിടക്കുന്ന രോഗക്കട്ടിലിൽ, നീ കിടക്കുന്ന ഹോസ്പിറ്റലിന്റെ അകത്ത്, നീ കിടക്കുന്ന ഐസിയുവിന്റെ ഉള്ളിൽ, നീ കിടക്കുന്ന വെന്റിലേറ്ററിൽ, സ്തോത്രം, നീ കിടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ, എവിടെയോ ആകട്ടെ, ഇന്ന് ദൈവാത്മാ പറയുന്നു, ഒരു ദൈവത്തിന്റെ അദൃശ്യമറ്റ കരത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരികയാണ്. കാരാഗ്രഹത്തിന്റെ അകത്തിറങ്ങി വന്നത്, പുട്ടക്കിണറിന്റെ അകത്തിറങ്ങി വന്നത്, അഗ്നിജ്വാലയ്ക്കകത്തിറങ്ങി വന്നത്, ചെങ്കടലിന്റെ നടുവിൽ ഇറങ്ങി വന്നവൻ, മരുഭൂമിയുടെ നടുവിൽ ഇറങ്ങി വന്നവൻ, ഇന്ന് ദൈവാത്മാ പറയുന്നു, സിംഹഗുഹയുടെ അകത്തേക്ക്, അലർന്ന വിഷം കിടക്കുന്ന അലർന്ന സിംഹഗുഹയുടെ അകത്തേക്ക് ഭക്തന് വേണ്ടി ഇറങ്ങി വന്നവൻ ഇന്ന് നിന്റെ അരികിൽ, നിന്റെ വീടിന്റെ അകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഒരു അസാധാരണമായ ഒരു ദൈവവിടുതൽ സംഭവിക്കാൻ പോകുക. നീ ഏത് രാജ്യത്തായിരുന്നെങ്കിലും, ഏത് ദേശത്തായിരുന്നെങ്കിലും, ഏത് പീഡനത്തിലായിരുന്നാലും, ഏത് മനോദുഃഖത്തിലായിരുന്നാലും, ഏത് ശാരീരിക രോഗങ്ങളിനെ വല്ലാതെ ഭീതിപ്പെടുത്തുകയാണെങ്കിലും, നീ മരണഭയത്തിലായിരിക്കുന്നുവെങ്കിൽ, ഡോക്ടർമാർ നിന്നെ കൈവിട്ടെങ്കിൽ, മെഡിക്കൽ സയൻസ് നിന്നെ കൈവിട്ടെങ്കിൽ, എല്ലാ ആശയം നിന്റെ ജീവിതത്തിൽ നിരാശയായി മാറിക്കിടക്കുന്നുവെങ്കിൽ, ഇന്ന് ദൈവാത്മാ പറയുന്നില്ല, നിനക്കൊരു യാത്രയുണ്ടോ, നിന്റെ മേലൊരു ജീവന്റെ ശക്തിയുണ്ടോ, നിന്നെ ഒരു സിംഹത്തിന് വലിച്ചു കയറാൻ കഴിയത്തില്ല, ഒരു ജ്വാലയ്ക്കും നിന്നെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല. സ്തോത്രമല ഒരു ചെങ്കട നിന്നെ മുക്കിക്കളയാൻ പറ്റത്തില്ല, ഒരു മരുഭൂമിക്കും നിന്നെ തളർത്തിയിടാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് ദൈവാത്മാ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, വഴിയുടെ ദൂരം കൊണ്ട് നീ സ്തോത്രം തളർന്നു പോയിട്ടോ, അല്ലെങ്കിൽ അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. കാരണം എന്താ? നിന്റെ പക്കൽ ജീവന്റെ ശക്തി കണ്ടു. ദൈവാത്മാ പറയുന്നു, നിന്നെ തളർത്തി കളയുമെന്ന്, നിന്നെ ഇല്ലാതെയാക്കി കളയുമെന്ന് പിശാച് കുലവിളി നടത്തിയപ്പോഴോ മരണത്തിന്റെ ഭീതിയുമായി, സങ്കടങ്ങളും വേദനകളുമായി, ആത്മഹത്യ പ്രേരണയുമോ നിന്റെ ചുറ്റും വന്ന് ശത്രുവായി വാദിച്ചപ്പോൾ നിന്നെ അതിൽ വിട്ടുകൊടുക്കാതെ, നിന്നെ മരണം തൊടാതെ, നിന്നെ അപകടങ്ങൾ പിടിച്ച് നിന്നെ തളർത്തിക്കളയാതെ ജീവനോടെ നിർത്തിയിരിക്കുന്നതിന് കാരണം എന്താ? പൈശാചിക മണ്ഡലങ്ങളിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആത്മസാന്നിധ്യം കണ്ടപ്പോൾ നീയും ഞാനും അറിയാത്ത തന്നെ ഇരുളിന്റെ വ്യാപാരങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ഈ രാത്രി സ്തോത്രമല പസ്മോസിന്റെ ഏകാന്തതയിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാനെ ഇന്ന് ദൈവാത്മാ വിളിച്ചു പറഞ്ഞ ശബ്ദമിതല്ലേ? ആ യോഹന്നാനോട് ചോദിച്ചു നോക്കി, എന്താ നീ ആ പസ്മോസിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ കാരണം? അവൻ പറയും, അല്ലെങ്കിൽ ഡൊമിഷ്യന്റെ കാലഘട്ടങ്ങൾ അന്താരാഷ്ട്ര കുറ്റവാളികളെ, ക്രിമിനൽ കുറ്റവാളികളേക്ക് ഒരിക്കലും മടങ്ങി വരാതെ നാടുകടത്തപ്പെട്ട ദ്വീപാണ്. എന്നാൽ അതിന്റെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം തനിച്ചിരിക്കുമ്പോൾ ഇറങ്ങി വരികയാണ്. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? കർത്തൃ ദിവസത്തിൽ യോഹൻ ആത്മവിവശനായി അവൻ വെളിപ്പാടി ദൈവത്തിന്റെ സാന്നിധ്യം കാണുകയോ, അവൻ സ്വർഗീയ നന്മകൾ സ്വർഗീയ വെളിപ്പാടുകൾ ഒരുപാടിരിക്കുന്ന പൈശാചികന്റെ അധപ്പതനങ്ങൾ കണ്ട ഒരു വെളിപ്പാടിൽ ചിലവൻ എഴുതാൻ തുടങ്ങി. ഇന്ന് ദൈവാത്മാവിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാ ചിലത് എഴുതാൻ പോകുക. നിന്റെ ജീവിതത്തിന്റെ ഡയറി കുറിപ്പ് പരിശുദ്ധാത്മാവിനെ തിരുത്താൻ പോകുക. നിന്റെ തലമുറയെ കുറിച്ചുള്ളത്, നിന്റെ താമസോത്രമല്ല ഭാര്യയെ കുറിച്ചുള്ളത്, നിന്റെ ഭർത്താവിനെ കുറിച്ചുള്ളത്, നിന്റെ അപ്പനമ്മയെ കുറിച്ചുള്ളത്, നിന്റെ ജീവിതത്തിന്റെ ആക്കമാനം ദൈവാത്മാ ഇന്ന് വിളിച്ചു പറയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ നിലവുകളെ മാറ്റി എഴുതുന്ന ഒരു സമയമായി വരികയാണ്. പ്രാർത്ഥിച്ചാട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളുടെ വലതുകരങ്ങൾ നിങ്ങളുടെ ചങ്കോട് ചേർത്ത് വയ്ക്കുക. നീ രോഗിയാണ്, രോഗമുള്ള ഭക്ഷണത്തിന്റെ കരവയ്ക്കുക. നീ നിരാശപ്പെടുന്ന വിഷയം ഏതോ അതിന് ദൈവകരങ്ങളെ കൊടുക്ക്. ദൈവം അത്ഭുതത്തിന് കരയുന്നതിനകത്ത് ചലിക്കാം. ആരുമാകട്ടെ, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഒരസാധാരണമായ ദൈവ സാന്നിധ്യം ഈ ശബ്ദത്തിൽ കൂടി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക. നിന്റെ ബിസിനസ്സില്, നിന്റെ ജോലിയില്, നീ വിദേശ രാജ്യങ്ങളിലോ, നീ യൂറോപ്പ് രാജ്യങ്ങളിലോ, നീ പാശ്ചാത്യ രാജ്യങ്ങളിലോ, ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിൽ എവിടെയാകട്ടെ, നീ ആരുമാകട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിന്ന് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ
സ്വീകരിക്കുന്നെങ്കിൽ അസാധാരണ വിടുതൽ സംഭവിക്കാൻ പോവുക. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം ദൈവമേ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശയ്യാവ് പറഞ്ഞതുപോലെ 57:10-11 പറഞ്ഞതുപോലെ ഈ ദിവസങ്ങൾ തളരാനുള്ളവരല്ല കർത്താവ്, ക്ഷീണിപ്പാനുള്ളവരല്ല കർത്താവ്. മനുഷ്യനെ തളർന്നും ക്ഷീണിച്ചും തോന്നുമ്പോൾ അങ്ങയുടെ ശക്തി ഞങ്ങളെ പോലെ സാക്ഷികൾ എത്ര പോലെ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരം മുറുകപ്പെട്ടത് പാപം വിട്ട് നമുക്ക് മുൻപിൽ ഓട്ടം സ്ഥിരതയോടെ ആത്മാവിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടിക്കേറുവാൻ അത്യന്ത ശക്തിന്റെ ജനത്തിന് മേലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പകർന്നാട്ടെ. സ്വർഗം അത് ചെയ്തതുകൊണ്ട് നന്ദി, അത്ഭുതം ചെയ്തുകൊണ്ട് സ്തോത്രം. രോഗിയിൽ സൗഖ്യം പ്രാപിക്കട്ടെ, മാനസിക ദുഃഖിതരിൽ സൗഖ്യം പ്രാപിക്കട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ. ജീവിതത്തിന് സമസ്ത മേഖല പൈശാചികനാൽ പിടിക്കപ്പെട്ട് പൈശാചികനാൽ ബന്ധിക്കപ്പെട്ട് നിരാശയുടെ പടുകുഴി കിടക്കുന്നവരെന്ന് ദൂട്ടപ്പിശാചിന്റെ ശക്തികൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബങ്ങളിലെ ബന്ധനങ്ങൾ പൊട്ടിമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. അധികാരമുള്ളവരുടെ നാമത്തിൽ മിറാക്കിൾ ഈ സമയം സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥന ശബ്ദം, ഈ ദൈവ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവരുടെ നിലവാരങ്ങൾ മാറി വരട്ടെ. പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തുകൊണ്ട് നന്ദി. അത്ഭുതം പ്രവർത്തിക്കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട് വിടുതലയച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയരെ, ഈ ചെറിയ സന്ദേശവും ഈ ദൈവിക പ്രാർത്ഥനാ ശബ്ദവും നിങ്ങളുടെ കാതിൽ വീഴുമ്പോൾ തന്നെ ഒരു വലിയ വിടുതൽ കർത്താവ് ചെയ്യും. ഈ വചനത്താൽ, ഈ സന്ദേശത്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സർവകൃപാലോ സർവശക്തനായ ദൈവം തിരുവചനത്താൽ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു.